ഈവനിംഗ് ബ്രേക്കിംഗിലേക്ക് വീണ്ടും തിരുവനന്തപുരത്ത് 70 കഞ്ചാവ് തൈകൾ റൂമിനുള്ളിൽ വളർത്തിയ പ്രതി പിടിയിലായി. കഞ്ചാവ് ഇലകൾ അരച്ച് ബാങ്ക് നിർമ്മിക്കാനായിരുന്നു പദ്ധതിയെന്നാണ് യുവാവിന്റെ മൊഴി. How many months old is this? These are discarded ones. These are not planted. These are discarded ones. These are not planted ones. These are the planted ones. These are the planted. These are the planted ones. These are to eat with chutney. Why these are discarded? Because they are grown now. They can have. They are grown now. Yeah, so they are not useful. These are the new plants. Yeah. What kind of fertilizers you use for? I don't use any fertilizer. I just use compost. Soil, compost soil. Okay. വിവരങ്ങളുമായി അഞ്ജു ജയപ്രകാശ് ചേരുന്നുണ്ട്. അഞ്ജു, ബാങ്കും ചട്നിയും ഒക്കെ ഉണ്ടാക്കാനാണ് കഞ്ചാവിലകൾ എന്നാണ് പറയുന്നത്. എന്തായാലും മലയാളിയാകാൻ സാധ്യതയില്ല. എഴുത്തുകാരനാണ് യുവാവ്. പോലീസ് എന്ത് നടപടിയിലേക്ക് കടന്നു? ധന്യ, ശ്രീകാര്യത്തെ ഫ്ളാറ്റിനുള്ളിൽ അത്യാധുനിക രീതിയിലാണ് കഞ്ചാവ് ചെടികൾ വളർത്തിയിരിക്കുന്നത്. അതായത് ടെക്നോ പാർക്കിലെ IT കമ്പനി മാനേജറായിട്ടുള്ള ഹരിയാന സ്വദേശി വിശാലാണ് പോലീസിന്റെ പിടിയിലായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഒരു രഹസ്യ വിവരം ശ്രീകാര്യം പോലീസിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതേ തുടർന്ന് ശ്രീകാര്യത്തെ ഫ്ളാറ്റിൽ പരിശോധന നടത്തിയപ്പോഴാണ് പോലീസിന്റെ കണ്ണ് തള്ളിയത്. ബെഡ്റൂമിനുള്ളിൽ ഒരു വിശാലമായിട്ടുള്ള കഞ്ചാവ് തോട്ടമാണ് വിശാൽ അവിടെ നടത്തിക്കൊണ്ടിരുന്നത്. അതിൽ ചെറിയ ചെടിച്ചട്ടികൾ, വലിയ ചെടിച്ചട്ടികൾ, മുട്ടയൊക്കെ കൊണ്ടുവരുന്ന ട്രേ ഉൾപ്പെടെയുള്ള പലയിടങ്ങളിലായിട്ടാണ് അങ്ങനെ കഞ്ചാവ് വളർത്തിയിട്ടുണ്ടായിരുന്നത്. ഇവ വിറ്റ് കാശാക്കാനല്ല, തനിക്ക് ചട്നി ഉണ്ടാക്കാനും ഉത്തരേന്ത്യയിലൊക്കെ ലഭ്യമാകുന്ന ബാങ്ക് പോലുള്ള പാനീയങ്ങൾ ഉണ്ടാക്കാനുമാണ് താൻ ഉപയോഗിച്ചിരുന്നത് എന്നാണ് പോലീസിനോട് മൊഴി നൽകിയത്. ഒപ്പം മറ്റ് രാസവളങ്ങളൊന്നും ഉപയോഗിക്കാതെ ജൈവവളം ഉപയോഗിച്ചിട്ടാണ് താൻ ഇത് വളർത്തിയതെന്നൊക്കെയാണ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. എന്തായാലും പച്ചക്കറി നട്ട് വളർത്തി എന്നൊക്കെ ലാഘവത്തോടു കൂടിയാണ് ഹരിയാന സ്വദേശി ഇത് പോലീസിനോട് പറഞ്ഞത്. കഞ്ചാവ് വിൽപ്പന നടത്തുന്ന പോലെ തന്നെ അത് വളർത്തുന്നതും കുറ്റകരമാണ്. അതിനാൽ തന്നെ പോലീസ് വിശാലിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. തുടർ നടപടികൾ സ്വീകരിക്കുകയാണ്. ഇത് വലിയ ഞെട്ടലുണ്ടാക്കും. സ്വാഭാവികമായിട്ടും പോലീസിന് തന്നെ ആദ്യമായിട്ടായിരിക്കും ഈ ചട്നി ഉണ്ടാക്കാനും ബാങ്ക് ഉണ്ടാക്കാനും ഒക്കെ ഇത്തരത്തിൽ സ്വന്തമായി കൃഷി ചെയ്യുന്ന, അതും കഞ്ചാവ് കൃഷി ചെയ്യുന്ന ഒരാളെ പോലീസും കണ്ടിട്ടുണ്ടാവുക. ഇതിൽ പോലീസ് എങ്ങനെയാണ് പ്രതികരിച്ചത്? ധന്യ, അതായത് പകല് മുഴുവൻ പ്രൊഫഷണൽ രീതിയിൽ IT മാനേജറായി ജോലി ചെയ്യുന്ന വിശാല് രാത്രിയിൽ ഫ്ളാറ്റിലെത്തിയിട്ട് കഞ്ചാവ് തോട്ടത്തിന്റെ പരിപാലനം നടത്തുന്ന വിവരം ഞെട്ടലുകൂടിയാണ് ഈ ഫ്ളാറ്റിലെ അന്തേവാസികളും ഒപ്പം തന്നെ പോലീസും മനസ്സിലാക്കുന്നത്. അതിന് പ്രത്യേകം തയ്യാറാക്കിയ പാത്രങ്ങൾ അങ്ങനെയൊക്കെയാണ് അതിനായിട്ട് സംഘടിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇയാളിൽ നിന്ന് അല്പം കഞ്ചാവ് കൂടി പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ ചമ്മന്തി രൂപത്തിലൊക്കെ അരച്ച് ബാങ്കൊക്കെ ആക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആരെങ്കിലും ഇവിടെയൊക്കെ എത്തിയിട്ട് വാങ്ങിയിട്ടുണ്ടോ, ഇത് എവിടെ നിന്ന്, ഹരിയാനയിൽ നിന്നാണോ ഇയാൾ കൊണ്ടുവന്നത്, മറ്റെവിടെ നിന്നെങ്കിലും വാങ്ങിച്ചതാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസ് പരിശോധിച്ചു വരികയാണ്. ഇങ്ങനെ ഫ്ളാറ്റിനുള്ളിലേക്ക് എത്താൻ പോലീസിന് സാധിച്ചു എന്നുള്ളത് കൂടിയാണ്. ഓപ്പറേഷൻ തൂഫാൻ അത്രയധികം രഹസ്യവിവരങ്ങൾ ലഭിക്കുന്നു, അതിൽ അന്വേഷണം നടത്തുന്നു, പ്രതികൾ പിടിയിലാകുന്നു എന്ന തരത്തിൽ വലിയ പ്രവർത്തനങ്ങളിലേക്ക് കടന്നിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ? ധന്യ, അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഓപ്പറേഷൻ തൂഫാൻ ആദ്യം വീശുന്നതിന് മുമ്പാണ് ഇപ്പോൾ ഈ ഹരിയാന സ്വദേശി പിടിയിലായിരിക്കുന്നത്. വലിയ പരിശോധന കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പോലീസും എക്സൈസും ഡാൻസഫും ഒക്കെ നടത്തുന്നുണ്ടായിരുന്നു. അതിലാണ് ഇപ്പോൾ ഹരിയാന സ്വദേശി പിടി വീണിരിക്കുന്നത്. ഇനിയിപ്പോൾ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ട് ഒരു വലിയ പരിശോധന സിറ്റിക്കുള്ളിലും പല ഫ്ളാറ്റുകളിലും അങ്ങനെ പല ഇതുപോലുള്ള സ്പോട്ടുകളിലും, ബ്ലാക്ക് സ്പോട്ട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പരിശോധന ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്നു എന്നാണ് പോലീസുകാരോട് അത് ഈ യുവാവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ബാങ്ക് ഉണ്ടാക്കാനാണ്, ഒപ്പം തന്നെ ചമ്മന്തി രൂപത്തിൽ അരച്ചു കഴിക്കുന്നതൊക്കെയാണ് എന്ന് പോലീസും അത് പറയുന്നുണ്ട്. ഇയാളുടെ ഒരു രീതി അതാണെന്ന്. ഇത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നൊക്കെയുള്ളതിന്റെ കൂടുതൽ വിവരങ്ങളുണ്ടോ? നിലവിൽ ഈ പ്രതി പറഞ്ഞിട്ടുള്ള മൊഴി പൂർണ്ണമായും പോലീസ് വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. പക്ഷേ പ്രതി പറഞ്ഞത് തനിക്ക് 1.5 ലക്ഷത്തോളം ശമ്പളം ലഭിക്കുന്ന ഒരു IT. ഇത്രയും ചെറിയ ചെടികൾ വെച്ച് എന്തായാലും അയാൾക്ക് കച്ചവടം നടത്താൻ പറ്റില്ലല്ലോ.
അതെ, അതുകൊണ്ട് തന്നെ താൻ ഇത് വിൽപ്പനക്കല്ല ഉപയോഗിക്കുന്നത്, പക്ഷെ താൻ ഇത് പല കാര്യങ്ങളും ഉണ്ടാക്കാൻ ഉപയോഗിക്കുകയാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ പ്രതിയെ കുറിച്ച് കൂടുതൽ അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള വിൽപ്പനയൊക്കെ നടക്കുന്നുണ്ടോ, അവിടുത്തെ അലുമാരയിൽ നിന്ന് അല്പം കഞ്ചാവ് കൂടി പിടികൂടിയിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ വിൽപ്പനയൊക്കെ നടക്കുന്നുണ്ടോ എന്നതൊക്കെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ലഹരി സംഘങ്ങളുമായിട്ട് ഇയാൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ, അത്തരം കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ട്. അയാൾ ഇത്രയും നാളത് ആരും അറിയാതെയാണ് ഫ്ളാറ്റിനുള്ളിൽ ഇത്തരത്തിൽ രഹസ്യമായി ഇത് സൂക്ഷിച്ച് നടന്നിട്ടുണ്ടായിരുന്നു. രാത്രിയായിരുന്നു ഇതിന്റെ പരിപാലനം മുഴുവൻ ഉണ്ടായിരുന്നത്. ജനാലക്കരികിൽ വെളിച്ചം തട്ടുന്ന രീതിയിലൊക്കെ കൃത്യമായിട്ട് അത് ആസൂത്രണം ചെയ്തിട്ട് ആ ചെടികളൊക്കെ നട്ട് നനച്ച് വളർത്തിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ ഒരു രഹസ്യ വിവരത്തെ തുടർന്നാണ് ഇപ്പോൾ വിശാൽ കുടുങ്ങിയത്. ഇതുപോലെ മറ്റ് സിറ്റിക്ക് പലയിടങ്ങളിലായിട്ട് ഇത്തരത്തിൽ കഞ്ചാവ് വിൽപ്പനയോ ചെടി വളർത്തുന്നതോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കണ്ടെത്താൻ ഏത് നാട്ടുകാരനാണ് അവിടെ ഇങ്ങനെയാണോ ചട്നിയൊക്കെ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. കേരളത്തിൽ ഇതൊന്നും അലോഡ് അല്ല എന്നുള്ളത് അറിയില്ലേ? വലിയ ഉദ്യോഗസ്ഥനാണെന്ന് മനസ്സിലാക്കുന്നു IT കമ്പനിയിൽ. അത് വളരെ രസകരമായിട്ടുള്ള കാര്യമാണ്. കാരണം ഹരിയാന സ്വദേശിയാണ് ഈ വിശാൽ. ഒരുപക്ഷെ കേരളത്തിൽ അത്ര വലിയ പരിചിതമായില്ല. പക്ഷെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഈ ബാങ്ക് എന്ന് പറഞ്ഞ പാനീയമുണ്ട്. അത് അവിടെ നിരോധിച്ചിട്ടുള്ളതല്ല. അത് ഈ കഞ്ചാവിന്റെ ഇല അരച്ച് ചേർത്തിട്ട് പാലിൽ ചേർത്തിട്ടൊക്കെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ താൻ അത് ഇവിടെ പരീക്ഷിച്ചതാണ് എന്നതാണ് പറയുന്നത്. പക്ഷേ നിയമവിരുദ്ധമായിട്ട് ഇത്തരത്തിൽ കൾട്ടിവേഷൻ നടത്തുന്നത് കുറ്റകരമാണ്. അത് വിൽപ്പന നടത്തുന്നത് പോലെ തന്നെ വലിയ കുറ്റകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ ബാങ്ക് ഉൾപ്പെടെ ഉണ്ടാക്കാനാണ് താൻ ഈ ഇലകളും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണ സാധനങ്ങൾക്കൊപ്പം ചമ്മന്തിയൊക്കെ അരച്ച് ഉപയോഗിക്കാനാണ് ഇത് പലപ്പോഴായി ഉപയോഗിക്കുന്നത് എന്നൊക്കെയാണ് പ്രതി മൊഴിയായിട്ട് നൽകുന്നത്. എന്തായാലും വിൽപ്പന നടത്തിയിട്ടില്ലെന്ന് പ്രതി പറയുന്നുണ്ടെങ്കിലും പോലീസ് അക്കാര്യങ്ങളൊക്കെ പരിശോധിച്ചു വരികയാണ് തന്നെ ഇപ്പോൾ. ഇതിൽ എന്തൊക്കെ വകുപ്പാണ് അഞ്ജു ചുമത്തിയിരിക്കുന്നത്? ഇതിൽ മറ്റ് നടപടികളിലേക്ക് പോലീസ് എങ്ങനെ കടക്കുമെന്നാണ്? ഇയാൾക്ക് ഇത് ലഹരി കണ്ടെത്തി എന്ന് പറയുന്നുണ്ടല്ലോ, കഞ്ചാവ് റൂമിൽ നിന്ന് കിട്ടിയെന്നും പറയുന്നുണ്ടല്ലോ. അപ്പോൾ അത് എങ്ങനെ എത്തിച്ചു എന്നൊക്കെയുള്ളത് ഓപ്പറേഷൻ തൂഫാൻ അതിന്റെ അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ടോ? അതായത് ഓപ്പറേഷൻ തൂഫാൻ ആരംഭിക്കുന്നതിന് മുമ്പാണ് ഇപ്പോൾ ഇത് പിടികൂടിയിരിക്കുന്നത്. ഈ സംഘം കൃത്യമായി രഹസ്യ വിവരത്തെ തുടർന്നാണ് പിടികൂടിയിരിക്കുന്നത്. 2-3 ദിവസമായി ഇയാൾ നിരീക്ഷണത്തിലായിരുന്നു എന്നതാണ് പോലീസ് പറയുന്നത്. എങ്ങനെയൊക്കെ ആരൊക്കെ ഒരാൾ മാത്രമാണോ, കൂടെ ആളുണ്ടോ? ഇല്ല, ഇയാളുടെ ഫ്ളാറ്റിൽ ഇപ്പോൾ ഇയാൾ മാത്രമാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത് എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷെ ഇയാൾ ഈ ജോലി കഴിഞ്ഞ് മടങ്ങുന്ന വഴികളിലൊക്കെ ആരെങ്കിലും കണ്ട് സംസാരിച്ചിട്ടുണ്ടോ, അതിന് മറ്റെന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നൊക്കെ പോലീസ് പരിശോധിക്കുകയാണ്. അതാണ് പോലീസിന് സംശയം ഉണ്ടാക്കുന്നത്. കാരണം ഇയാളുടെ ജോലി കഴിഞ്ഞതിന് ശേഷം ബന്ധപ്പെടുന്ന ആളുകൾ, അതിനിടയിൽ കണ്ടുമുട്ടുന്ന ആളുകൾ ഏതെങ്കിലും തരത്തിൽ വിൽപ്പനയൊക്കെ നടന്നിട്ടുണ്ടോ, എങ്ങനെയാണ് കഞ്ചാവ് ഇവിടെ എത്തിച്ചത്, അക്കാര്യങ്ങളൊക്കെയാണ് പോലീസ് പരിശോധിക്കുന്നത്. എന്തായാലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ട്രെയിനിലോ മറ്റെന്തെങ്കിലും മാർഗം വഴി ആയിരിക്കണമല്ലോ. ഹരിയാനയിലാണ് കൊണ്ടുവന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ നിന്നാണ് ലഭിച്ചതെങ്കിൽ അത് എവിടെ നിന്ന്, ആരിൽ നിന്ന് കിട്ടി എന്നതൊക്കെയുള്ള കാര്യങ്ങൾ അയാളിൽ നിന്ന് ചോദിച്ചു മനസ്സിലാക്കുകയാണെന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും ഇയാളുടെ മൊഴിയെടുപ്പ് ഇപ്പോൾ ശ്രീകാര്യം പോലീസിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ മൊഴിയിലെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് തന്നെ. ഇതിലെ പ്രശ്നം ഇനിയിപ്പോ ഇത് ആരെങ്കിലും അനുകരിക്കുമോ എന്നുള്ളത് കൂടിയാണ് അഞ്ജു. അത് പോലീസ് കൃത്യമായ ബോധവൽക്കരണമൊക്കെ നടത്തുന്നുണ്ടോ? അനുകരിച്ചാൽ അവർക്ക് പോലീസിന്റെ മറുപടി അത് കൃത്യമായ ഇടവേളകളിൽ തന്നെ കിട്ടുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. കാരണം വെച്ചാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഒരു കഞ്ചാവ് തൈകൾ 8 കഞ്ചാവ് തൈകളുമായിട്ട് തിരുവനന്തപുരം റൂറൽ ഭാഗത്തു നിന്ന് നെയ്യാറ്റിങ്കര എക്സൈസ് സർക്കിൾ സംഘം ഒരു യുവാവിനെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ യുവാവ് അത് വിൽപ്പന ഉൾപ്പെടെ ആ വീട്ടിൽ നിന്ന് നടത്തുന്നതായിട്ടായിരുന്നു രഹസ്യ വിവരം ലഭിച്ചിട്ടുണ്ടായിരുന്നു. തുടർന്ന് പിടികൂടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് ഫ്ളാറ്റിനുള്ളിൽ വളർത്തിയിട്ടുള്ള കഞ്ചാവ് തൈകളാണ്. ഇതും 1-2 70ഓളം വരുന്ന കഞ്ചാവ് തൈകളാണ് ആ വീട്ടിനുള്ളിൽ വളരെ രഹസ്യ സ്വഭാവത്തിൽ വളർത്തിയിരിക്കുന്നത്. അതും വെളിച്ചമൊക്കെ കിട്ടുന്ന ജനാലക്കരികിൽ, ബെഡ്റൂമിലെ കിടപ്പുമുറിക്ക് ജനാലയ്ക്ക് സമീപമാണ് ഈ കഞ്ചാവ് കൃഷിയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇതിനായിട്ട് വലിയ സമയം ഒക്കെ കണ്ടെത്തി മെനക്കെട്ടിട്ടുണ്ട് എന്നൊക്കെയാണ് യുവാവ് പോലീസിൽ മൊഴി നൽകിയിട്ടുള്ളത്. എന്തായാലും കൂടുതൽ ആളുകളെ ഇങ്ങനെ ഉണ്ടെങ്കിൽ അത് പോലീസ് കണ്ടെത്തും. അത്തരത്തിൽ എന്തെങ്കിലും ലഹരി വിൽപ്പനകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലീസിനെ അറിയിക്കാനും നിർദ്ദേശമുണ്ട് തന്നെയാണ്. യെസ്, ശരി അഞ്ജു. കഞ്ചാവ്